ഹായ് ഗൈസ്, വെൽഷ് വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇത് എങ്ങനെ ഹെയർ ഫോള് കുറയ്ക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേ. ആക്ച്വലി ഞാനിന്ന് രാവിലെ ഹെയർ ചെയ്യ സമയത്ത് കുറച്ച് ഹെയർ ഫോൾ എനിക്ക് കുറവുണ്ട്. ഇതിനു മുന്നേ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്ത കുറച്ച് പൊടിക്കൈകളും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്താൽ തന്നെ ഹെയർ ഫോൾ ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഉള്ള ഹെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ വരുന്നത് നമ്മുടെ ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ്. ഫസ്റ്റ് കാര്യം, ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ബാലൻസ്ഡ് ഡയറ്റ്, പ്രോട്ടീനും അയണും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് നന്നായിട്ട് കഴിക്കുക. അപ്പൊ അതിൽ കൂടെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക നമ്മുടെ ശരീരത്തെ. അത് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിന് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ട് നല്ല ഹെൽത്തി ഫുഡ് ആഡ് ചെയ്യുക. അത് നമ്മുടെ ഹെയറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ രണ്ടാമതായിട്ടൊരു കാര്യം പറയേണ്ടത്, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കണം. എല്ലാവരും ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ്, ഓരോ ഡിഫറെന്റ് കാറ്റഗറിയാണ്. പക്ഷെ എന്നാലും നമ്മുടെ സ്ട്രെസ് ലെവൽ ഒരു പരിധി വരെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോള് കുറച്ച് കുറയ്ക്കാൻ പറ്റും. കാരണം അതിൽ തന്നെ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നതിന് സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പുകവലിക്കാൻ പാടില്ല, അത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ കൂടുതലായിട്ട് സൺലൈറ്റിന് എക്സ്പോഷർ ഉണ്ടാവുമല്ലോ, ഒത്തിരി വെയിൽ കൊള്ളുന്ന ആൾക്കാർ. അപ്പൊ ഒത്തിരി നമ്മൾ വെയിൽ കൊള്ളുന്നത് നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല. അപ്പം എക്സസീവ് ആയിട്ടുള്ള മാക്സിമം നമ്മളെ ഹെയർ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഉപയോഗിക്കോ, തൊപ്പി വെക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുറത്തുള്ള നമ്മൾ അല്ലെങ്കിൽ അതിന് മാക്സിമം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി സൺ എക്സ്പോഷർ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പം ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പം, നമ്മുടെ ജെന്റിൽ ആയിട്ടുള്ള നമ്മുടെ ഹെയർ കെയർ പ്രാക്ടീസ് ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് നമ്മൾ ഇപ്പം യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. എക്സസീവ് ഹീറ്റിംഗ് ആയിട്ട് എക്സാമ്പിൾ തന്നെ ഹെയർ ഡ്രയർ. ആക്ച്വലി എന്റെയിലും ഉണ്ട് ഹെയർ ഡ്രയർ. അത് ഞാനിപ്പം എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിന് ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് പുറത്ത് പോകണം, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി ഉണ്ട്, എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുള്ള സമയത്ത് മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യാൻ നോക്കുക. അതൊരു പ്രാക്ടീസ് ഹെയർ കെയറിൽ. പിന്നെ വരുന്നത്, നമ്മൾ ടൈറ്റ് ആയിട്ട് ഹെയർ കെട്ടി വെക്കാണ്ടിരിക്കുക. നമ്മുടെ ടൈറ്റ് ആയിട്ട് കെട്ടുന്ന അനുസരിച്ച് നമ്മുടെ ആ റൂട്ടിന്റെ അവിടെ ഒരു പ്രഷർ കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഹെയർ ഇത്രയും പോകും. അപ്പം ഒത്തിരി ടൈറ്റ് ആയിട്ട് ഹെയർ ടൈ ചെയ്യാതിരിക്കുക. അത്യാവശ്യം മുടി ഇരിക്കാൻ കണക്കിന് ടൈ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറെ സപ്ലിമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഹെയർ കെയറിൽ. അതിപ്പോ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എന്തെങ്കിലും കൂടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആക്ച്വലി എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരുന്നു. അപ്പൊ ഞാൻ വൈറ്റമിൻ D3 യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കഴിക്കുന്നുണ്ട്. അത് കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാണ്ടാട്ടോ, കാരണം എനിക്ക് ബിലോ 13 ആയിരുന്നു, ഭയങ്കര കുറവായിരുന്നു വൈറ്റമിൻ ഡി ലെവല്. അപ്പൊ ഹെയർ ഫോൾ ആയപ്പോ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ഡിയുടെ അളവ് കുറവായതുകൊണ്ട് 4000 ഞാൻ പെർ ഡേ കഴിക്കുന്നുണ്ട്. ഇത് ഞാൻ മുടങ്ങാണ്ട് കഴിക്കും. രാത്രി ഫുഡ് കഴിച്ച ശേഷമേ 1 ഗ്ലാസ് വെള്ളത്തിന് കഴിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരി എക്സസീവ് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഒന്നുകിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഡോസിൽ കിട്ടും. വൈറ്റമിൻ D3 അവൈലബിൾ ആണ്. പിന്നെ ബയോട്ടിൻ കഴിക്കുന്നുണ്ട്. പക്ഷെ ബയോട്ടിൻ ഞാൻ ഒരു ബോട്ടിൽ ആദ്യമൊന്നും ഒരു 1 മന്ത് കഴിച്ചായിരുന്നു. ഹെയർ ഫോളിന് കുറവുണ്ട്, പക്ഷെ അതിനെന്തോ ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇപ്പം വൈറ്റമിൻ D3 മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ നോർമൽ ഹെയർ കെയറും. പിന്നെ ഈ മെയിൻ ആയിട്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒന്ന് ലൈഫ് സ്റ്റൈല്, സെക്കൻഡ് നമ്മളെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, തേർഡ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹെയർ കെയർ പ്രാക്ടീസ്. ഇത് 3ഉം ശ്രദ്ധിച്ച ഒരു പരിധി വരെ നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാന്നാണ് എന്റെ അനുഭവം കേട്ടോ. ഞാൻ വേറൊന്നും എന്റെ അനുഭവം മാത്രം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ
എടുക്കാമെന്ന് തന്നെ ഓർത്തത്. അത് നിങ്ങൾക്ക് കൂടെ ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പം വേറെന്തെങ്കിലും പറയാൻ വിട്ടുപോയോ? പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഹെയർ ജെന്റിലായിട്ട് ഹെയറിന്റെ കാര്യം പറഞ്ഞില്ലേ കെയർ ചെയ്യണമെന്ന്. അതിനകത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാനൊരു 3 years ആയി ഞാൻ യൂസ് ചെയ്യാറില്ല ഓയില്. എന്താ എനിക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് ചേഞ്ചസ് ഒന്നും വന്നില്ല. ഞാൻ ചെറുപ്പം മുതലേ ശരിക്ക് ഓയിൽ യൂസ് ചെയ്ത ആളായിരുന്നു. 3 years ആയിട്ട് ഞാൻ ഹെയറിൽ ഓയിലൊന്നും ആ സമയം യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മസാജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് സ്കാൽപ്പിൽ മസാജ് ചെയ്താൽ നല്ലതാണ്. നമ്മുടെ സർക്കുലേഷൻ കൂടാനും അപ്പം ഹെയർ ഗ്രോത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും നല്ലതാണ്. പിന്നെ അതിൽ പറയാനുള്ളത് ഇടയ്ക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഹെയർ മാസ്ക് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാം. പിന്നെ ഒത്തിരി നമ്മളെന്താ ഹെയറിന്റെ സ്മൂത്തനിങ് ഒത്തിരി ഹെയറിന്റെ കെമിക്കലായിട്ട് നമ്മളെ ഹെയർ മാക്സിമം ട്രീറ്റ് ചെയ്യാതിരിക്കുക. ഞാൻ തന്നെ ഒരു വട്ടം ഞാൻ ഹെയർ കളർ സത്യമായി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്ലീച്ച് വെച്ച് ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറും. അപ്പം ഒരബദ്ധം ഞാൻ ഒരു 6 months ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിവേ അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. നമ്മളിപ്പം അങ്ങനെയൊക്കെ നടക്കുന്നുള്ളവർക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ ഒന്നും പറയാനില്ലല്ലോ. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ എക്സസീവ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുക. കഴിയുവാണെങ്കിൽ വീക്ക്ലി 2 അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമോ എങ്ങാനും ഹെയർ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ നമ്മുടെ നാച്ചുറൽ ആയിട്ട് കുറച്ച് ഓയിൽ കണ്ടന്റ് ഒക്കെ ഉണ്ട് നമ്മുടെ ഹെയറിൽ, അത് പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഓക്കെ.